ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഓരോ ബിസ്ക്കറ്റ് വെച്ച് കേക്ക് ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ആ പരീക്ഷണം ജയിച്ച സ്ഥിതിക്ക് അടുത്ത പരീക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഓരോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബും തുറന്നാലും ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും പരീക്ഷിച്ചിട്ടേ ബാക്കി കാര്യം. അങ്ങനെ അതാ ഞാൻ 2 കവർ ചെറിയ പാക്കറ്റ് ഓരോയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ കണ്ടുപോലെ പൊടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ആദ്യം കവറിലിട്ട് പൊടിക്കാൻ നോക്കി, പിന്നെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് കുത്തിപ്പൊടിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. പിന്നെ ലാസ്റ്റ് എന്താ ക്ഷമ നശിച്ചു പോയ സ്ഥിതിക്ക് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് അതിലിട്ട് അടിച്ചതാ നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഞാൻ ഒന്ന് നോർമൽ നമ്മുടെ ഓറിയോ ചോക്ലേറ്റ് ഇല്ല, അത് തന്നെയാണ്. മറ്റേത് ഓറിയോ വാനില ഫ്ലേവർ, അങ്ങനെ എന്തോ അത് തന്നെ. അങ്ങനെ 2ഉം കൂടെ എടുത്ത് പൊടിച്ചത് പാലും കൂടെ മിക്സ് ചെയ്ത് ഓരോ സ്റ്റിക്കും വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത ദിവസം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു ഇത് സെറ്റായോ ഇല്ലേന്ന്. അങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേന് സ്റ്റിക്ക് മാത്രമായിട്ട് ഇങ്ങ് പോന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ടേസ്റ്റ് ആണല്ലോ, ഉണ്ടെന്നോ ഇല്ലെന്നോ നോക്കേണ്ടത്. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ വാനില ഫ്ലേവർ തന്നെ അടിപൊളിയായിരുന്നു. എനിക്ക് നോർമൽ ഓറിയോ ചോക്ലേറ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ വാനില. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.